എന്തായാലും ആ പെൺകൊച്ചിന് തക്ക സമയത്ത് രക്ഷപ്പെടാൻ തോന്നി നന്നായി. CI ചോദിച്ചാൽ സിറ്റി മുഴുവൻ അരിച്ചു പതുക്കി കണ്ടില്ല എന്ന് പറഞ്ഞാ മതി. ആ പ്രശ്നം സോൾവ് ആയോ? പ്രശ്നമൊക്കെ എപ്പോഴേ സോൾവ് ആയി. അങ്ങനെ മെരുങ്ങുന്ന ഇനമല്ലല്ലോ, പിന്നെ എങ്ങനെ മെരുക്കി? മെരുങ്ങിയില്ല, ഞാൻ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ലോക്കപ്പ് ചെയ്തു. എന്റെ ഭഗവാനെ, നീ എന്തോന്നായി കാണിച്ചത്? ഇനി നിന്നെ അയാൾ വെറുതെ വിടുവോ? നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ ഒളിച്ചു പോകാനൊന്നും എന്നെ കിട്ടിയല്ല. കുഞ്ഞുമോനെ, എന്നെ കുഴപ്പിക്കല്ലേ. പിന്നെ സാറിന്റെ സമാധാനത്തിനോട് ഒരു കാര്യം ചെയ്യാം. എന്റെ അപ്പൻ എന്നോട് എറണാകുളത്തോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. അല്ലാതെ ഈ കോക്കാനെ പേടിച്ചിട്ടൊന്നുമല്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി. സാറ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. കുറച്ച് കഴിഞ്ഞ് തുറന്നുവിട്ടാ മതി. അവൻ എവിടെയെങ്കിലും പോയി ഒന്ന് പറ്റട്ടെ. അവിടെ കിടക്കട്ടെ. നിനക്കൊക്കെ ചാകാൻ വേറൊരു വഴിയും കണ്ടില്ലേ? ചേട്ടാ ഇത് വല്ല ഇതായി പോയല്ല. എടി റോട്ടിന്ന് മാറി വണ്ടി എടുക്കട്ടെ. പണ്ടാര ഇത് പൊട്ടിയാണ്. എടി റോട്ടിന്ന് മാറാൻ നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ ഇച്ചിരി വശപ്പശ കാണു കേട്ടാ. എന്റെ അടുത്ത് കളിക്കരുത്. ഞാൻ ഗുലാന്റെ ആളാ. ഗുലാന്റെ പെണ്ണ. ഇതാണ് കേശും സാമിയണ്ണനും പറഞ്ഞ വേഗിളി. ഗുലാന്റെ പെണ്ണോ? അയ്യോ, കണ്ടാ തോന്നുകേട്ടാ. ഞാൻ ആളറിയാണ്ട് എന്തെങ്കിലും പോഴത്തരം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചേച്ചി ക്ഷമിക്കണം. ചേച്ചിക്ക് പാതിരാത്രിക്ക് എന്തെങ്കിലും സഹായം എന്റേത് വേണ്ടി വരുമോ? തൽക്കാലം ഒന്നും വേണ്ട. ഒന്നും. എന്നാ പിന്നെ വഴിയങ്ങാട്ട് മാറിയിരുന്നേ ഞാനങ്ങോട്ട് പോയേനെ. മര്യാദക്കൊക്കെ വണ്ടി ഓടിച്ച് പോവാൻ നോക്കും. അയ്യോ, ഇനി ആരെങ്കിലും വട്ടം ചാടിയാ പോലും ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്യല. അപ്പൊ താൻ വിവരം അറിയും. ഗുലാനോട് പറയരുത് കേട്ടാ. ഇല്ല. താൻ എങ്ങോട്ടാ പോണത്? കൊച്ചിക്ക്. കൊച്ചിക്കോ? കൊച്ചിക്ക് പോണ്ടേ? കൊല്ലത്തിന് പോവാ. വേണ്ട വേണ്ട, ഞാനും വരാം കൊച്ചിക്ക്. എന്റെ കൂടെ? അയ്യോ, ഞാനൊരു പ്രായപൂർത്തിയായ ചെറുപ്പക്കാരൻ. എനിക്ക് നല്ല കൺട്രോളാ. ചേച്ചിക്ക് നല്ല കൺട്രോൾ ആണെങ്കിൽ പോക്കളിപ്പോയിരിക്കും. ഓ, ചുമ്മാ വാജ് ഓടിക്കാതെ വണ്ടി എടുക്കണം. കൺട്രോൾ ആണല്ലോ. ചേച്ചി, നമ്മള് രണ്ടുപേരെ ഈ അസമയത്ത് അസ്ഥാനത്ത് കണ്ട ഗുലാൻ ചേട്ടനെങ്ങാനും സംശയിക്കൂ? എടോ, എന്റെ ഗുലാൻ തന്നെ പോലെ ഒരു മരങ്ങോടനെ കണ്ടിട്ട് സംശയിക്കുന്ന ആളല്ല. ചേച്ചി ഇന്നലെ പോലീസിനെ കണ്ടപ്പോ പതുങ്ങിയത്? താനെന്തിനാ പതുങ്ങിയത്? എനിക്ക് പോലീസിനെ കണ്ട അലർജിയാ. എപ്പിടപ്പി. എപ്പിടപ്പിയോ? അതെ, ചെറുപ്പം മുതലുള്ളതാ. എനിക്കും പോലീസിനെ കണ്ട എപ്പിടപ്പിയാ. വണ്ടി എടുക്കണോ? ഗുലാൻ ചേട്ടനോട് പറയരുത് കേട്ടാ. സാറ് വിചാരിച്ച മാതിരി അത്ര കുഴപ്പക്കാരൊന്നും അല്ല ഈ ഗുലാൻ. നീ ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് തെരിയും. ഇത് എന്നോട് மான பிரச்சனை. எனக்கு வேணும், அவ வேணும், அந்த குலான் வேணும். என்ன இல்லன்னு சொன்னா நிக்கணும். எங்களுக்கு என்ன வேற வேலை வெட்டி இல்லன்னு நினைச்சியா? നമുക്ക് രണ്ടുപേർക്കും പോലീസിനെ കാണുമ്പോ എപ്പിടപ്പി ആയതുകൊണ്ട് തിരിച്ചു പോകാല്ലേ? அவன்டா குலான் குலான் தள்ளுடா. വേഗം. നീ വണ്ടിക്ക് അതിന് മാത്രം ഗിയറൊന്നുമില്ലെന്ന്. എന്താ? എന്റെ പൊന്നു ചേച്ചി, വണ്ടിയുടെ പണിക്കുറ്റം തീർന്നെന്നാ തോന്നുന്നത്. മൈ ഗോഡ്, എനിക്ക് വയ്യ. മൈകോടെന്ന് പറയില്ല, നമ്മുടെ കൂടെ എന്ന് പറയാം. എന്റെ കാര്യം കൂടെ പറയണ്ടേ?
ഏതാണോ തന്റെ വണ്ടി? ഇതാണ് സാർ. തനിക്ക് യൂണിഫോം ഇല്ലേ? ഉണ്ട് സാർ. എന്റെ വണ്ടിക്ക് ഇച്ചിരി ബ്രേക്ക് കുറവാണ്. താൻ ഈ വണ്ടി കൊണ്ട് സ്റ്റേഷനിൽ ഇട്ടിട്ട് തന്റെ വണ്ടിയുടെ താക്കോലിങ് സാർ അത് പേടിക്കണ്ടോ? ഞാൻ പോലീസുകാരനാണെങ്കിലും മനസ്സാക്ഷി ഉള്ളവനാ. വണ്ടിയും വണ്ടിയുടെ വാടകയായിട്ട് ഒരു പീസിനെ നാളെ ഇങ്ങോട്ട് വിട്ടേക്കാം. താൻ താക്കോലെടുക്ക്. കയറിക്കോടി. വൈഫാ, ഞങ്ങളൊരു പടത്തിന് പോയതാണ്. എടോ, താൻ ആ സിഗ്നൽ ലൈറ്റ് ഓഫ് ആക്കിയേക്കണേ. ശരി സാർ. താനെന്തിനാ വൈഫ് എന്ന് പറഞ്ഞേ? എന്നാലല്ലേ ഒരു ഇതുള്ളൂ. ഈ കഴുത പറയാതെ ഈ മരങ്ങോടൻ എവിടെ പോയി കിടക്കുക പൊട്ടൻ? എല്ലാം മോളിൽ നിന്ന് ഒരാളെ കേൾക്കുന്നുണ്ടേ. ഇവിടെ ഇവിടെ ഇവിടെ. താൻ അവിടെ എന്തെടുക്കുക? ഞാൻ ഉറക്കം വരാതെ കിടന്നുറങ്ങിയിരുന്നു. താഴോട്ട് ഇറങ്ങി പാടോ. പോത്ത് പോലെ കിടന്നുറങ്ങുന്ന ചേച്ചിയുടെ അടുത്ത് പ്രായപൂർത്തിയായി ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങണത്? തന്നോട് ആര് പറഞ്ഞു ഉറങ്ങാൻ? ഉറങ്ങണമെങ്കിൽ ആരെങ്കിലും പറയണം. ഇപ്പൊ കൊച്ചിയിലെത്തേണ്ട നേരമായി. ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ കൊച്ചിയിലല്ല അങ്ങേ ലോകത്തെത്തിയാനെ. ഞാൻ സ്വർഗത്തിലും താൻ നരകത്തിലും. പിന്നെ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇറങ്ങിക്കോണം. താൻ എന്നെ ഇവിടെ ഇറക്കി വിടുവോ? വിടും. ഞാനിത് ഗുലാനോട് പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, അങ്ങനത്തെ കടങ്കയൊന്നും ചെയ്തുകളല്ലേ. ചേച്ചി വണ്ടിയിലോട്ട് കയറി. ഗുലാനോട് പറയരുത് കേട്ടാ, ഞാനൊരു പാവല്ലേ. പോകല്ലേ? പൊക്കോട്ടെ. ഒന്ന് പോടോ തന്റെ. ഓ, ചേച്ചി എന്താ ചേച്ചി ആലോചിക്കുന്നത്? ദേവേദി ചേച്ചി ചേച്ചി എന്നുള്ള വിളിയൊന്ന് നിർത്തുവോ? പിന്നെ ചേച്ചിനെ ഞാൻ എന്താ ചേച്ചി വിളിക്കേണ്ടത്? മാഡം എന്ന് വിളിച്ചാ മതി. മാഡം. ആ. മാഡം ഗുലാനുമായിട്ട് നല്ല ഇതാ അല്ലേ? ഏത് നല്ല ഇതാ? മാഡത്തിന് ഈ ഗുലാൻ എന്താണ് വിളിക്കുന്നത്? ലക്ഷ്മിന്ന് ഒത്തിരി സ്നേഹം വരുമ്പോ മോളേന്നും വിളിക്കും. അയ്യേ, മോളെ എന്നാ? ആ, അങ്ങനെ വിളിച്ച എന്താ കുഴപ്പം? അങ്ങനെ വിളിച്ചാ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അല്ല, ഈ ഗുലാനെ എവിടെ വെച്ചാ മാഡം പരിചയപ്പെട്ടത്? കോളേജിൽ വെച്ചാ. കോളേജിൽ വെച്ച്? അതിന് ഗുലാൻ കോളേജിൽ പോയിട്ടുണ്ടാ? പിന്നെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോ പുള്ളിക്കാരൻ PG സെക്കൻഡ് ഇയറാ. ആഹാ, ആണാ? പിന്നല്ലാതെ. ഈ ഗുലാൻ കാണാൻ ആളെങ്ങനെയാണ്? സുന്ദരനാണ്? പിന്നെ അമിതാഭ് ബച്ചന്റെ പൊക്കോ. സൽമാൻ ഖാന്റെ ബോഡി. രജനീകാന്തിന്റെ സ്റ്റൈൽ. പിന്നെ സൂപ്പർ ഡാൻസറാ. ഡാൻസറാ? എന്റെ ദൈവമേ, ഇനിയും പുള്ളിക്കാരനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അയ്യോ മതിയേ, ഇനി അങ്ങാട്ട് കേൾക്കാനുള്ള ത്രാണി എനിക്ക് ഇല്ല ചേച്ചി. അല്ല മാഡം. ഇത് തന്നെയല്ലേ മാഡം പറഞ്ഞ ഫ്ലാറ്റ്? അതെ, താങ്ക്സ്. ഓ, പിന്നെ ഞാൻ തന്നെ കുറിച്ച് ഗുലാനോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓ, തനിക്ക് കാശ് വല്ലതും വേണോ? അയ്യോ,
മാഡം എന്നാ അങ്ങനെ കാണരുത്. ശരി എന്നാ വരട്ടെ. ഓ സോറി സോറി, തന്റെ മൊബൈൽ നമ്പർ എത്രയാ? എന്തിനാ? ചുമ്മാ ഇരിക്കട്ടെ, വല്ല ആവശ്യം വന്നാ വിളിക്കാലോ. 9847051751. 984701. ആ പേര് ചോദിക്കാൻ മറന്നു. എന്താ തന്റെ പേര്? കുലാൻ. യെസ്, GULAN, ഗുലാൻ.